കട്ടപ്പന, വാഴവര, നിർമ്മല സിറ്റി മേഖലകളിലെ റോഡുകളുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിക്കാൻ ഒരുങ്ങുന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ ആരോപിച്ചു. കട്ടപ്പന നഗരസഭയിലെ 1-2 വാർഡുകളിലെ റോഡുകളാണ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്നതെന്നാണ് ആരോപണം. പല മേഖലകളിലും റോഡുകൾ പൊളിഞ്ഞ നാളുകൾ പിന്നിട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പരാതി. ഇതോടെ മേഖലയിലെ ആളുകൾ ദുരിതയാത്രയെ അഭിമുഖീകരിക്കുകയാണ്. നഗരസഭയിൽ നേതാക്കന്മാരുടെ വാർഡുകളിൽ മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിവിധ പദ്ധതികൾ മാർച്ച് അവസാനത്തേക്ക് ടെൻഡർ നൽകുന്നതോടെ കോൺട്രാക്ടർമാർ കരാറുകൾ എടുക്കാൻ വിസമ്മതിക്കുന്നു. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും തെളിയിക്കുന്നതാണെന്ന് നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ ആരോപിച്ചു. കട്ടപ്പന നഗരസഭയിലെ ഭൂരിഭാഗം വാർഡുകളിലും റോഡുകളെ താറുമാറായി കിടക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം യാത്ര വളരെ ദുസ്സഹമായ ഒരവസ്ഥയിലാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നഗരസഭ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ചെയ്യേണ്ട വർക്കുകൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 2022-23 പല കോൺട്രാക്ടർമാർക്കായി വർക്കുകൾ വീതിച്ചു കൊടുത്തു. ആ വർഷം പല കോൺട്രാക്ടർമാരും ഭൂരിഭാഗം കോൺട്രാക്ടർമാരും വർക്കുകൾ ചെയ്തില്ല. ചില വാർഡിൽ, അതായത് നേതാക്കന്മാരുടെ മാത്രം ചില വാർഡുകളിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ചില വാർഡുകളിൽ മാത്രം വർക്കുകൾ ചെയ്തു. 1-2 അങ്ങനെ ഉൾപ്പെടുന്ന പല വാർഡുകളിലും റോഡുകളുടെ പണികൾ നടക്കാതിരിക്കുകയാണ്. 2022-23 ഈ റോഡിന് ഫണ്ട് വെച്ചു. അതോടൊപ്പം തന്നെ 23-24 സാമ്പത്തിക വർഷവും ഈ റോഡിന് ഫണ്ട് വെച്ചു. പക്ഷേ ഈ വർഷവും വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും മൂലം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വന്നതുകൊണ്ട് വർക്കുകളെല്ലാം മാർച്ച് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ് ടെൻഡർ ആയത്. ആ വർക്കുകൾ ഒന്നും ചെയ്യാൻ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല. എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ യാത്ര മുഴുവൻ വളരെയേറെ ദുസ്സഹമായിരിക്കുകയാണ്. നഗരസഭ 1-ാം വാർഡ് വാഴവര നിർമ്മല സിറ്റി റോഡ് ഉൾപ്പെടെ തകർന്നു കിടക്കുന്നതോടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അനാസ്ഥ അവസാനിക്കുന്നതുവരെ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.